വാർത്തകൾ വിശദമായി. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും കാണാത്ത ഭരണകർത്താക്കളാണ് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നതെന്ന് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ. കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന UDF പാർലമെന്റ് തല മഹിളാ ന്യായ് മഹിളാ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗഹൃദവും സ്നേഹവുമുള്ള മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നവരാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നും KC കുറ്റപ്പെടുത്തി. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ന് സ്ത്രീകൾക്ക് ലഭ്യമല്ലാത്ത അവകാശങ്ങൾ നടപ്പിലാക്കാൻ മുന്നിൽ നിൽക്കുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസ് അധികാരം വീണ്ടെടുത്ത കർണാടകയിലും തെലങ്കാനയിലും പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കിയിട്ടുണ്ടെന്നും മുന്നണി അധികാരത്തിൽ വന്നാൽ കേന്ദ്രത്തിലും ഇത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിലാണ് ഏറ്റവും പ്രസക്തമായ മഹിളാ ന്യായം. പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും കടം വാങ്ങിക്കേണ്ടി വരും, പലപ്പോഴും സാധാരണക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നമ്മളുടെ എത്ര പ്രാരംഭ പ്രശ്നമായി ഓരോ ദിവസവും നമ്മമാണ്. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടൊക്കെ കണ്ണീരുമായിട്ട് നമ്മൾ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ് മഹാലക്ഷ്മി വീണ്ടും ദേശീയ തലത്തിൽ ഇന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വർഷം സാധാരണ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന പദ്ധതിയാണ് മഹാലക്ഷ്മി പദ്ധതി. അത് ഞങ്ങൾ പറഞ്ഞു, കർണാടകത്തിൽ പറഞ്ഞു നടപ്പിലാക്കി, തെലങ്കാനയിൽ പറഞ്ഞു നടപ്പിലാക്കി, ഇന്ത്യയിൽ പറയുന്നു ഞങ്ങൾ നടപ്പിലാക്കുന്ന കാര്യമാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. മഹിളാ ന്യായ് മഹിളാ കൺവെൻഷൻ പരിപാടി സിനിമാ താരം രമേശ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു. മോദിയുടെയും പിണറായിയുടെയും ഭരണത്തിന് കീഴിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഹാസ്യരൂപേണ അവതരിപ്പിച്ചാണ് രമേശ് പിഷാരടി തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഈ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ വലിയ കൈലി കിട്ടിയ സീനുണ്ട്. അത് ഹീറോ അല്ലെന്നുണ്ട്, അത് മകളാണെന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ പുലി പറയുന്നത് പേടിച്ചിട്ടല്ല, കുതിച്ച് ചാടാൻ വേണ്ടിയിട്ടാണ്. പോയ KC അല്ല തിരിച്ചു വന്നിരിക്കുന്നു. നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ അമരത്ത് ഏറ്റവും ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്ന പല കാര്യങ്ങളുടെയും കാര്യമാകുന്ന ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു ദേശീയ നേതാവായ KCയിലേക്കാണ് അദ്ദേഹം ഇന്നാണ് തീരുമാനിക്കുന്നത്. സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ അധ്യക്ഷയായി. രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, DCC പ്രസിഡന്റ് B ബാബു പ്രസാദ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ, UDF പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ AA ഷുക്കൂർ, ചെയർമാൻ AM നസീർ, മറിയ ഉമ്മൻ, MJ ജോബ്, അജയ് തറയിൽ, ബീന കൊച്ചുവാവ, ആശ മുരുകൻ, ബീന റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. അമ്പലപ്പുഴ പുറക്കാട് പിതാവിന്റെയും മകന്റെയും ദാരുണ മരണത്തിനിടയാക്കിയത് ദേശീയപാത വികസന അതോറിറ്റിയുടെ അനാസ്ഥയെന്ന് ആക്ഷേപം. ഓടയ്ക്കു വേണ്ടി കുഴിയെടുത്ത മണ്ണ് റോഡിൽ നിന്ന് നീക്കം ചെയ്യാതിരുന്നത് മൂലം ബൈക്ക് ഒതുക്കാൻ കഴിയാതിരുന്നതാണ് ദുരന്തത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. ഞായറാഴ്ച രാവിലെ ക്ഷേത്ര ദർശനത്തിന് ബൈക്കിൽ പോയ പിതാവും മകനുമാണ് ഇവിടെ ടോറസ് ഇടിച്ച് മരിച്ചത്. മാതാവിന് ഗുരുതര പരിക്കേറ്റിരുന്നു. ഈ മരണപ്പെട്ട സുദേവ് അപ്പോൾ തന്നെ റോഡിൽ കിടക്കുകയാണ്. അതിൻ്റെ ഭാര്യയും കുട്ടിയും അതിന് മുന്നേ തന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി. കുറച്ച് നേരത്തിന് ശേഷമാണ് അടുത്ത ആംബുലൻസ് വന്ന് ഇദ്ദേഹത്തെ കയറ്റിയത്. അപ്പോൾ രാവിലെ അവിടത്തെ പറ്റി അറിഞ്ഞത് അദ്ദേഹം വടക്കും തെക്കോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഒരു സൈക്കിളുകാരൻ തെക്കോട്ട് പോകുന്ന സൈക്കിളുകാരൻ്റെ ബോക്സെ തട്ടി, മീനിൻ്റെ ബോക്സെ തട്ടി അദ്ദേഹം നിയന്ത്രണം തെറ്റി ഈ ലോറിയിലേക്ക് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ആൾക്കാരെല്ലാം ഓടി വന്ന് ഒരു ആംബുലൻസ് പെട്ടെന്ന് വന്ന് കുട്ടിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊണ്ടുപോയി. കുട്ടിയുടെ സ്ഥിതി വളരെ ഗുരുതരമാണെന്ന് അന്നേരം തന്നെ അറിഞ്ഞത്. കാരണം തല പൊട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ബ്ലഡ് തലേന്ന് തന്നെ മുന്നോട്ട് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ സുദേവ് കുറേ നേരം റോഡിൽ കിടന്നതിന് ശേഷമാണ് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് തലയ്ക്കും ഒക്കെ നല്ല പരിക്കുണ്ടായിരുന്നു. പുറക്കാട് പുന്തല കളത്തിൽപ്പറമ്പിൽ 45 വയസ്സുള്ള സുദേവ്, മകൻ 12 വയസ്സുള്ള ആദിദേവ് എന്നിവരാണ് മരിച്ചത്. ഭാര്യ വിനീതയെ ഗുരുതര പരിക്കുകളോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ ദേശീയപാതയിൽ പുറക്കാട് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. പുന്നപ്ര സ്വദേശിയായ മത്സ്യവില്പനക്കാരന്റെ സൈക്കിളിൽ തട്ടി ബൈക്ക് റോഡിലേക്ക് വീണപ്പോൾ എതിരെ വന്ന ടോറസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇവിടെ ഏതാനും ആഴ്ച മുമ്പ് ദേശീയപാതയ്ക്കരികിൽ ഓട നിർമ്മാണത്തിനായി എടുത്ത മണ്ണ് നീക്കം ചെയ്യാതെ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു വാഹനം മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയാൽ ഒതുക്കാൻ കഴിയാതെ വരും. ഇവിടെയും ഈ ദുരന്തത്തിന് കാരണമായത് റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന മണ്ണാണ്. ഇത് അടിയന്തരമായി നീക്കം ചെയ്ത് ഇനിയും ഇത്തരം ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
ഈ റോഡിലെ കാണനിർമ്മാണത്തിന് വേണ്ടി കോരി വെച്ച മണ്ണ് അത് അവിടെ നിന്ന് മാറ്റാതെ റോഡിലേക്ക് കോരിയിട്ടു. ആ ഭാഗം വളരെ നാരോ-ആയിപ്പോയി, ഇടുങ്ങിയ ഭാഗമായിപ്പോയി. ആയതിനാലാണ് ആ വ്യക്തിക്ക് ഒരുപക്ഷെ ആ ബൈക്ക് നിയന്ത്രിക്കാൻ പറ്റാതായി പോയത്. അതുകൊണ്ട് NH അധികാരികൾ ഇത്തരത്തിലുണ്ടാകുന്ന അപകടങ്ങൾ എങ്ങനെ വരുന്നു, ജനങ്ങളുടെ സുരക്ഷ, ജീവനും സുരക്ഷയ്ക്കും മുൻഗണന കൊടുക്കേണ്ട NH അധികാരികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇന്നുണ്ടായ ദാരുണമായ ഒരു കുടുംബത്തിലെ കുടുംബം അന്യം നിന്ന് പോകുന്ന രീതിയിലുണ്ടായ ഈ ഒരു അപകടം ഇത് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് ഇത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഈ മണ്ണ് നോക്കിയാൽ അറിയാം, ഈ മണ്ണ് കോരിയ മണ്ണ് കാണയ്ക്ക് വേണ്ടിയുണ്ടായ മണ്ണ് റോഡിലേക്ക് തന്നെ ഇടും. അവിടെ വളരെയധികം വീതി കുറവായിപ്പോയി. അതുകൊണ്ടായിരിക്കും ആ ബൈക്ക് യാത്രയെ ആ ബൈക്ക് നിയന്ത്രണം തെറ്റി ടിപ്പറുടെ അടിയിലേക്ക് പോയി. ഇത്തരത്തിൽ പലയിടത്തും റോഡ് ഓട നിർമ്മാണങ്ങൾക്കായെടുത്ത മണ്ണ് നീക്കം ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. ഏപ്രിൽ 26-ന് എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തണമെന്ന ആഹ്വാനവുമായി സ്വീപിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ അവതരിപ്പിച്ച കാക്കാരിശി നാടകം ശ്രദ്ധേയമായി. വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിയാണ് നാടകാന്തം വോട്ട് എന്ന കാക്കാരിശി നാടകം അരങ്ങേറിയത്. നമ്മുടെ അവകാശമാണ് വോട്ട്, അത് മുടക്കരുത്. അല്ല, അതെന്താണ് ഈ വോട്ട് ചെയ്യണമെന്ന് ഈ നാട്ടുകാർക്ക് അറിയാൻ മേലെ? വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ അവകാശമല്ലേ, അത് കളയാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെ ആ കാര്യം നാട്ടുകാരോടൊന്ന് പറയും. മാളോരെ, വോട്ട് നമ്മുടെ അവകാശമാണ്, അത് മറക്കരുത്. കളക്ടറേറ്റിൽ അവതരിപ്പിച്ച നാടകാന്തം വോട്ടെന്ന കാക്കാരിശി നാടകം കാണാനെത്തിയവരോട് കഥാപാത്രങ്ങളായ കാക്കാനും കാക്കാത്തിയും വോട്ടവകാശം പാഴാക്കരുതെന്ന് വിളിച്ചു പറഞ്ഞു. പിന്നീടവർ ആടിയും പാടിയും വോട്ടുകഥയും പറഞ്ഞു. നാടകം ചിത്രകാരിയും ഗായികയുമായ സ്വീപ് ഐക്കൺ S. കൺമണി ഉദ്ഘാടനം ചെയ്തു. ായിട്ട് തെരഞ്ഞെടുത്തതിനെ വളരെയധികം നന്ദി അറിയിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. നമ്മളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ചെറുതായി പോവാണ് സത്യം പറഞ്ഞാൽ. അപ്പം ഈ എല്ലാ കൈയും കാലും എല്ലാ അവയവങ്ങളുള്ള ആൾക്കാരെ പോലും ശരിക്കും പറഞ്ഞാൽ അവരെക്കാൾ ആക്റ്റീവായിട്ട് കമ്പനിയുടെ ഓരോ പ്രവർത്തനങ്ങൾ കാണുന്നത്. സ്വീപ് നോഡൽ ഓഫീസർ ഫിലിപ്പ് ജോസഫ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ GS രാധേഷ്, സീനിയർ സൂപ്രണ്ട് S. അൻവർ, LSGD അസിസ്റ്റന്റ് ഡയറക്ടർമാരായ GP ശ്രീജിത്ത്, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ആര്യാട്, കഞ്ഞിക്കുഴി, പട്ടണക്കാട്, തൈക്കാട്ടുശ്ശേരി ബ്ലോക്കുകളിൽ കാക്കാരശ്ശി നാടകം അരങ്ങേറി. മനോജ് R. ചന്ദ്രനാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഹാസ്യവും സംഗീതവും നൃത്തവും ഇടകലർത്തിയാണ് നാടകം ഒരുക്കിയിട്ടുള്ളത്. 15 മിനിറ്റുള്ള നാടകം MG രാഗിണിയും KS സുധീഷും അവതരിപ്പിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടിംഗ് യന്ത്രത്തിന്റെ പ്രവർത്തനം പരിചയപ്പെടുത്തുന്ന വോട്ടുവണ്ടിക്കൊപ്പമാണ് നാടകസംഘം പര്യടനം നടത്തുക. വോട്ടർ ബോധവൽക്കരണം, വോട്ടിംഗ് യന്ത്രത്തിന്റെ പ്രവർത്തനം പരിചയപ്പെടുത്തൽ, സെൽഫി പോയിന്റ് എന്നിവ വണ്ടിയിൽ ഒരുക്കിയിട്ടുണ്ട്. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്ന സന്ദേശവുമായി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും ജില്ലാ റോട്ടറി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിനം ആചരിച്ചു. വനിതാ ശിശു ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ക്ലാസ് എടുത്തു തരുന്ന നമ്മുടെ ക്വാളിറ്റി നോഡൽ ഓഫീസർ കൂടിയായ ഡോക്ടർ മനീഷ് നായർ, നമുക്ക് സ്വാഗതം ആശംസിച്ച ജയകൃഷ്ണൻ, അതേപോലെ നമ്മുടെ റോട്ടറി ക്ലബിന്റെ സെക്രട്ടറി. ഇന്ന് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്? സമ്മേളനത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അസ്ലാം അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S. ജയകൃഷ്ണൻ, നഴ്സിംഗ് സൂപ്രണ്ടുമാരായ ബീന, ബിന്ദു രാജേഷ്, റോട്ടറി ക്ലബ് സെക്രട്ടറി ജിജോ തുടങ്ങിയവർ സംസാരിച്ചു. 1950 മുതൽ ലോകാരോഗ്യ സംഘടന അവരുടെ സ്ഥാപക ദിനമായ ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിച്ചു വരികയാണ്. അപ്പൊ അത്തരത്തില് അതിന്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ ലോക ആരോഗ്യ ദിന ആചരണ പരിപാടിയാണ്. അതിന്റെ സ്ഥാപനതല ഉദ്ഘാടനമാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. ഡോക്ടർ മനീഷ് നായരുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരത്തിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ഏകാരോഗ്യ പ്രവർത്തകർ എന്നിവർക്കായി ബേസിക് ലൈഫ് സപ്പോർട്ടിൽ പ്രായോഗിക പരിശീലനം നൽകി. തുടർന്ന് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, റോൾ പ്ലേ എന്നിവയും അരങ്ങേറി.
ഏതെങ്കിലും വ്യക്തിഗതമോ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളോ പരിഗണിക്കാതെ എല്ലാവർക്കും ആരോഗ്യം ഉറപ്പാക്കാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ഈ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. വേനൽ അവധിക്കാലം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉല്ലാസപ്രദമാക്കുന്നതിനും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി കായിക മേഖലയിൽ പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. നിലവിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വേനലവധി ക്യാമ്പ് നടത്തുന്ന അസോസിയേഷനുകൾ, കായിക അധ്യാപകർ എന്നിവരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേനൽ ക്യാമ്പുകൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുമെന്നും വിവിധ കായിക അധ്യാപകരുടെയും കൗൺസിലർമാരുടെയും സേവനം ഉറപ്പാക്കുമെന്നും കളക്ടർ പറഞ്ഞു. കായിക മേഖലയിൽ വിവിധ പഞ്ചായത്തുകളിൽ ലഭ്യമായ സൗകര്യങ്ങൾ യോഗം ചർച്ച ചെയ്യുകയും അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അർജുന പി ജെ ജോസഫ്, സെക്രട്ടറി പ്രദീപ് കുമാർ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗം കെ പ്രതാപൻ, ജവഹർ ബാലഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ് വാഹിദ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കുര്യൻ ജെയിംസ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MP അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് 2 ഗഡു ക്ഷേമ പെൻഷൻ ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും. റംസാൻ വിഷു ആഘോഷത്തിന് മുന്നോടിയായാണ് 3200 രൂപ വീതം വിതരണം ചെയ്യുന്നത്. 2 മാസം പെൻഷൻ കൂടി വിതരണം ചെയ്താലും ഇനിയും 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ ബാക്കിയാണ്. പുരാതന തീർത്ഥാടന കേന്ദ്രമായ മുട്ടാർ സെന്റ് തോമസ് കുമരംചിറ പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ പുണ്യജീവിത സ്മരണകൾ ഉണർത്തുന്ന ആത്മീയോദ്യാനം ആരംഭിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ സ്പിരിച്വൽ പാർക്ക് ദയാപൂർവം ആശീർവദിക്കണമേ. ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശം അനുഗ്രഹീതമാകട്ടെ. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി ജീവിച്ച വിശുദ്ധനെ പോലെ സുവിശേഷ ചൈതന്യത്തിൽ വളരുവാനും മരണശേഷം സ്വർഗത്തിൽ അങ്ങേ മുഖാമുഖം കണ്ട് ആനന്ദിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് സ്പിരിച്വൽ പാർക്കിന്റെ ആശീർവാദ കർമ്മം നടന്നത്. തിരുക്കർമ്മങ്ങൾക്ക് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് മുളവന, വികാരി ഫാദർ ജോസഫ് കട്ടപ്പുറം എന്നിവർ സഹകാർമ്മികരായി. പൗരോഹിത്യത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന മാർ തോമസ് തറയിലിനെ കൈക്കാരന്മാരായ PV ഫിലിപ്പോസ്, ആന്റണി വർഗീസ് ചുങ്കപ്പുര എന്നിവർ ചേർന്ന് ആദരിച്ചു. മുളവന കുടുംബാംഗം മത്തായി കുര്യാക്കോസ് നിർമ്മിച്ചു നൽകിയ സ്പിരിച്വൽ പാർക്കിൽ വിശുദ്ധ അന്തോനീസിന്റെ അത്ഭുതങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാർക്കിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ബിജോയ് ശങ്കർ, സന്തോഷ് പാറേക്കളം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിലെ 27-ന് ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. ചങ്ങനാശ്ശേരി പഴയ പള്ളി മുസ്ലിം ജുമാഅത്തിന്റെ നേതൃത്വത്തിലാണ് പുണ്യദിനത്തിൽ അറിവിന് ആരംഭം കുറിച്ച് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിയത്. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ ലോകത്തിന് പ്രകാശം വിതറിയ ദിനത്തിലാണ് പഴയപള്ളി മുസ്ലിം ജുമാഅത്ത് വിദ്യാഭ്യാസ രംഗത്ത് തുടക്കമിട്ടുകൊണ്ട് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചത്. പഴയപള്ളി ജുമാ മസ്ജിദിൽ റമദാൻ 27-ന് നടന്ന ചടങ്ങിൽ പുതൂർപ്പള്ളി ചീഫ് ഇമാം ഡോക്ടർ അർഷദ് ഫലാഹി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. അന്നേ ആരംഭിക്കുന്നതാണ് പറഞ്ഞാൽ ഗർഭാശയത്തിലുള്ള കുഞ്ഞ് അതിന് 4-ാം മാസത്തിലാണ് 120 ദിവസമാകുമ്പോഴാണ് അതിന് ആത്മാവുന്നപ്പെടുക. അതിനുശേഷം മാതാവിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും എത്രയേറെ മാതാവിന്റെ ചിന്തയിൽ നിന്നും മാതാവിന്റെ സന്തോഷവും ദുഃഖവും എല്ലാം കുഞ്ഞിന്റെ ദുഃഖവും സന്തോഷവുമാകുന്ന നിലയിൽ മാതാവിൽ നിന്നുള്ള പഠനങ്ങൾ ആരംഭിക്കേണ്ടത് ഗർഭാശയം മുതൽ തന്നെയാണ് എന്നതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. ജമാഅത്ത് പ്രസിഡന്റ് ഹാജി S മുഹമ്മദ് ഫുവാദ് അധ്യക്ഷനായിരുന്നു.
പഴയപള്ളി അസിസ്റ്റന്റ് ഇമാം മുഹിയുദ്ദീൻ ബാഖവി, ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ഹക്കീം പാറയിൽ, സെക്രട്ടറി സാജുദ്ദീൻ, ട്രഷറർ ഹാജി കെ എ ഷെരീഫ് കുട്ടി, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ്, കമ്മിറ്റി അംഗങ്ങളായ ടി പി ഷാജഹാൻ, റജി പട്ടേൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. നഗരസഭാ അധ്യക്ഷ ബീന ജോബി സംഗമം ഉദ്ഘാടനം ചെയ്തു. രാത്രികാലങ്ങളിൽ നിസ്കാരങ്ങളും പ്രാർത്ഥനകളുമായി അള്ളാഹുവിനോട് കൂടുതൽ അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു മാസക്കാലം. ഈ ഒരു മാസക്കാലം നടത്തുന്ന പുണ്യപ്രവൃത്തികളും സക്കാത്തുകളും എല്ലാം അടുത്ത 11 മാസത്തേക്കുള്ള ആത്മീയ ഊർജം ലഭിക്കാൻ വേണ്ടിയാണ്. അതിനുള്ള കൂടുതൽ ശക്തി ലഭിക്കാൻ വേണ്ടി കൂടുതൽ പുണ്യകർമ്മങ്ങൾ നടത്തുകയും പ്രാർത്ഥനകൾ നടത്തുകയും എല്ലാം ചെയ്യുന്ന ഒരു പുണ്യമാസമാണ് ഈ റംസാൻ മാസം. ചടങ്ങിൽ ജമാഅത്ത് പ്രസിഡന്റ് PS മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. പുതൂർപ്പള്ളി ചീഫ് ഇമാം ഡോക്ടർ അർഷദ് ഫലാഹി ഇഫ്താർ സന്ദേശം നൽകി. ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം മദീനയിൽ അതിശക്തമായ വേനൽ വന്നു, അതിശക്തമായ പട്ടിണി വന്നു. കഴിക്കാനൊന്നുമില്ലാത്ത കാലത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആരോ അല്പം വെണ്ണയും ഒരു ബ്രെഡും കൊണ്ടുവന്ന് കൊടുത്തു. ഈ വെണ്ണ കൊണ്ടുവന്നപ്പോ ഖലീഫ ചോദിച്ചു, എന്റെ നാട്ടിലെ മുസ്ലിമീങ്ങളായ എന്റെ പ്രജകൾക്ക് മുഴുവൻ, എന്റെ നാട്ടിലെ മദീനക്കാർക്ക് മുഴുവൻ കഴിക്കാൻ വെണ്ണയുണ്ടോ? എല്ലാവർക്കും കഴിക്കാൻ വെണ്ണയുണ്ടോ? കൊണ്ടുവന്ന ആള് പറഞ്ഞു, എല്ലാവർക്കും ലഭിക്കുന്ന നല്ല വെണ്ണ അങ്ങ് ഖലീഫയാണ്, അങ്ങേക്ക് ആരോഗ്യം വേണം, അങ്ങ് രാജ്യം ഭരിക്കുന്ന പ്രധാനപ്പെട്ട പൗരനാണ്, അതുകൊണ്ടാണ് വെണ്ണ കൊണ്ടുവന്നത്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പ്രജകളിൽ എല്ലാവരും വെണ്ണ കഴിക്കുന്ന കാലം വരെ ഉമറും വെണ്ണ കഴിക്കില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനമാണ്, ആ ത്യാഗമാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അതുപോലെയുള്ള പരിത്യാഗത്തിന്റെ ത്യജിക്കലിന്റെ ത്യാഗങ്ങളാണ് അതുപോലെയുള്ള മഹാന്മാരെ ലോകത്ത് സൃഷ്ടിച്ചത്. നഗരസഭാ ഉപാധ്യക്ഷൻ മാത്യൂസ് ജോർജ്, പഴയപള്ളി ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ഹക്കീം പാറയിൽ, ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് ഷാഫി, പുതൂർപ്പള്ളി ജമാഅത്ത് വൈസ് പ്രസിഡന്റ് MS നൌഷാദ്, ജമാഅത്ത് സെക്രട്ടറി MH ഹനീഫ, ട്രഷറർ PA ഷാഹുൽ ഹമീദ്, നഗരസഭാ കൗൺസിലർ ഉഷ മുഹമ്മദ് ഷാജി, നജിയ നൌഷാദ്, ജമാഅത്ത് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പുളിങ്കുന്ന് തളിത്തറ ശ്രീഭദ്രാദേവി ക്ഷേത്രത്തിലെ 10ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടന്നു. സപ്താഹയജ്ഞം 5ാം ദിവസമായ ഞായറാഴ്ച നടന്ന വിശേഷാൽ പൂജകളിലും സ്വയംവര ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമാണ് ഭാഗവത പാരായണം ആരംഭിച്ചത്. യജ്ഞാചാര്യൻ ഏരൂർ രാധാകൃഷ്ണൻ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 11:30 രുക്മിണി സ്വയംവരം. തുളസിമാല, നെൽപ്പറ, അരിപ്പറ, സ്വയംവരാർച്ചന, ഐക്യമത്യ സൂക്താർച്ചന തുടങ്ങിയ പ്രധാന വഴിപാടുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12-ന് യജ്ഞാചാര്യൻ ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തി. ഉച്ചയ്ക്ക് 1-ന് സ്വയംവര സദ്യ, വൈകിട്ട് 5-ന് സർവൈശ്വര്യ പൂജ എന്നിവയോടെയാണ് 5ാം ദിവസത്തെ ചടങ്ങുകൾ സമാപിച്ചത്. ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് TV വിജയൻ, സെക്രട്ടറി TS പ്രദീപ് കുമാർ, ട്രഷറർ K സതീഷ് കുമാർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 9 ചൊവ്വാഴ്ച അവഭൃത സ്നാനത്തോടെ ഭാഗവത സപ്താഹയജ്ഞം സമാപിക്കും. 9, 10, 11 തീയതികളിലാണ് ക്ഷേത്രത്തിലെ തിരുവുത്സവം. ഏപ്രിൽ 10-ന് പൊങ്കാല, 11-ന് പ്രതിഷ്ഠാവാർഷികം, ദേശതാലപ്പൊലി, ഗുരുതി എന്നിവ നടക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6535 രൂപ, പവന് 52,280 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.